ജീവിതത്തിൽ ആദ്യമായിട്ട് സെൽഫ് ലവ്, മീ ടൈം ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒരു 30 കഴിഞ്ഞിട്ടാണ് കേട്ടോ. എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാനൊരു ബുക്കിൽ ഇതിനെക്കുറിച്ച് വായിച്ചിരുന്നു. ഒരു 22 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു. അന്നേരം ഈ സെൽഫ് ലവ് നമ്മുടെ ഒരു 40 35 എന്നൊക്കെ പറഞ്ഞാൽ ഒരു റീബർത്ത് എന്ന് വെച്ചാൽ 40സിന് ശേഷം ഒരു റീബർത്ത് ആണ് എന്ന് ഞാൻ വായിച്ചപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ. അന്ന് ഞാൻ എങ്ങനെയായിരിക്കും, അതെന്താണ് റീബർത്ത് എന്ന് പറഞ്ഞാൽ, അന്ന് എന്താണ് നമുക്ക് വ്യത്യാസം വരാനുള്ളതെന്നൊക്കെ. പക്ഷേ ഒരു 30s ഒക്കെ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ 35 ഒക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ 30 മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഹോർമോണൽ ചേഞ്ചസ് ഏത് ജെൻഡറിനെയും ഹിറ്റ് ചെയ്യും. അപ്പം നമ്മൾ അന്നേരം പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മുടെ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഡൗൺ ആയി പോകാൻ പാടില്ല. നമുക്ക് എന്തുകൊണ്ടും ഒരു റിഗ്രറ്റ് തോന്നാൻ പാടില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പല കാര്യത്തിലും പ്രയോറിറ്റൈസ് ചെയ്തു, പല കാര്യങ്ങളും ചെയ്തു, എന്തിനൊക്കെയോ ഓടി നടന്നു. അതൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്, നമ്മുടെ ജോലിയുടെ കാര്യത്തിന്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്. പക്ഷേ ഈ 35 40s ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും, കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ടാവും, നമ്മൾ പ്രൊഫഷണലി ഒന്ന് ഫിറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് സെറ്റിൽ ആയിട്ടുണ്ടാവും, ലൈഫ് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഒത്തിരി സെറ്റിൽ ആയിട്ടില്ലെങ്കിലും. പക്ഷേ അന്നേരമാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ലൈഫ് എന്തായിരുന്നു, നമ്മൾ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്. അതൊരിക്കലും ഒരു സെൽഫിഷ്നെസ്സോ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയോ ആണെന്ന് നമ്മൾ ചിന്തിച്ചുകൂടാ കേട്ടോ. എല്ലാവർക്കും വരുന്നൊരു ചിന്തയാണത്. അത് ഈ നമ്മൾ വിചാരിക്കും ചിലർക്ക് മാത്രം, അല്ലെങ്കിൽ സെറ്റിൽഡ് ആയവർക്ക് മാത്രം തോന്നുന്ന ഒരു ചിന്തയോ, അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യലി ഓക്കെ ആയതുകൊണ്ടാണ് അവർക്ക് ആ ചിന്ത വരുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ അതല്ല കേട്ടോ. എല്ലാവരുടെയും ലൈഫിലും ഒരു 35 അല്ലെങ്കിൽ 40s കഴിയുമ്പം എന്തായാലും എല്ലാവർക്കും ഒരു ചിന്ത നമുക്ക് വന്നു തുടങ്ങും. അത്രയും നാളും ചുറ്റുപാടിലേക്ക് തുറന്നു വെച്ച ക്യാമറ, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ടിരുന്ന ക്യാമറ എന്നാവുന്ന നമ്മുടെ കണ്ണ് നമ്മളിലേക്ക് തന്നെ നമ്മുടെ ആ ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ. ഈ മിഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ആ സമയം നമ്മളിലേക്ക് തന്നെ നോക്കണം. എന്താണ് നമുക്ക്, എന്തായിരുന്നു വേണ്ടിയിരുന്നത്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ടോ. എൻജോയ് ചെയ്യുക എന്താ മീൻസ് നമ്മൾ പുറത്ത് പോയി ഒത്തിരി അടിച്ചു പൊളിക്കുക, ഒത്തിരി പൈസ കളയുക, പുറത്തൊക്കെ കറങ്ങാൻ നടക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ല. അവരവർക്ക് എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു ബുക്ക് വായനയാകാം. എനിക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ആദ്യം അത് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ഗാർഡനിങ് ആവാം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയി ആരുമായിട്ടൊന്ന് സംസാരിച്ചിരിക്കുന്നതാവാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്തില്ല എന്ന് തോന്നുന്ന സമയത്ത് കുറച്ച് നേരം അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം. ജോലിയുടെ തിരക്കൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ അതിന് നേരത്തെ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാവാം, എന്തും ആവാം. നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. ചിലർക്ക് ചില ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് വരെയാവാം. ജീവിതത്തിൽ പണ്ട് കുഞ്ഞിലെ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്ന ശീലങ്ങളൊക്കെ അവർക്ക് പിന്നീട് കൊണ്ടുപോകാൻ സമയം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കുറേ ശീലങ്ങളും കുറേ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ. അതൊക്കെ ആവാം കേട്ടോ. എന്തും ആവും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്ത് കാര്യം ആ സമയത്ത് നമ്മൾ റീതിങ്ക് ചെയ്യണം. അതിനേക്ക് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം പിന്നീട് നമുക്കിനി ഒരു റീതിങ്ക് ചെയ്ത് അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്ത് അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി ഒരു സമയം അവശേഷിക്കുന്നില്ല. പണ്ടത്തെ ലൈഫ് സ്പാനൊക്കെ 70 80 ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ 40 50 60 ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി എത്ര കാലം ഉണ്ടെന്നോ എത്ര ലൈഫ് മുന്നോട്ടുണ്ടെന്നോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം നമ്മളെ കുറച്ച് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ, മറ്റുള്ളവർ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് പേര് ഉപദ്രവിക്കണം എന്നല്ല, ഒത്തിരി സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കണമെന്നൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വന്തമായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ആരും വന്ന് ഒന്നും നമുക്ക് ചെയ്തു തരുമെന്നോ നമ്മളെ സന്തോഷിപ്പിക്കുന്നോ ചിന്തിക്കരുത്. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, അവർക്ക് വേണ്ടി ജീവിച്ചു, ഇവർക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞ് പ്രായമാകുമ്പോൾ ഇതിന് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ആരും നമ്മളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ആരും ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരിക്കലും നമ്മളെ അവരെ ആരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കരുത്. അപ്പം നമുക്കൊരു റിഗ്രറ്റ് തോന്നാത്ത രീതിയിൽ നമുക്ക് വേണ്ടിയിട്ടും കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് അവർ സെൽഫ് എന്ന് പറയത്തില്ലേ, എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ഒന്ന് ചെയ്തു വെക്കാൻ ഒരിക്കലും നമ്മൾ മറക്കല്ല് കേട്ടോ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോർണിംഗ് റൊട്ടീനൊക്കെ ഏകദേശം കഴിയാറായി കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോയി. ഞാൻ കുറച്ച് നേരം ചായയെ കുടിച്ച് കുറച്ച് നേരം സമയമെടുത്ത് ഒന്ന് ആലോചിച്ചൊക്കെ അവിടെ കുറച്ച് നേരം ഇരുന്നു. അതും എൻ്റെ ഒരു മീ ടൈമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അരിയൊക്കെ അരച്ച് വെക്കാനുണ്ടായിരുന്നു. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അരി എങ്ങനെ ദോശയ്ക്കൊക്കെ ഒത്തിരി വലിയ എമൗണ്ടിൽ അരയ്ക്കുന്നതെന്ന്. മിക്സിക്കകത്ത് അത്രയും എമൗണ്ട് നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഗ്രൈൻഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ ആദ്യമായിട്ട് ഞാൻ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് സോയാബീൻ. പരീക്ഷിക്കുന്ന ആദ്യമായിട്ടല്ല, ഫെയിലായി പോയിട്ട് ആദ്യമായിട്ട് പരീക്ഷ വിജയിപ്പിച്ചത് ഇപ്പോഴാണ് കേട്ടോ. സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് ഇരുന്ന് കഴിയുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റിന് ഇച്ചിരി കുറവ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ചൂടോടെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ സോയാബീൻ്റെ കുറേ റെസിപ്പീസ് ഉണ്ടാക്കി ഫെയിലായി പോയിട്ട് ഞാനിത് ഉപേക്ഷിച്ചതായിരുന്നു. പിന്നെ ഞാനിത് വാങ്ങിക്കാറേ ഇല്ലായിരുന്നു. അങ്ങനെ ഈ ഇടയ്ക്ക് പിന്നെ റെസിപ്പി കണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. മഴയുടെയും മഴവെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ കെടുതികളും ദുരിതങ്ങളും ഫോൺ വിളിക്കുമ്പോഴും നാട്ടിൽ നിന്നും അല്ലാതെ ന്യൂസിനകത്ത് കൂടെയൊക്കെ അറിയാറുണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആയിരിക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.